ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ആമ്പൂർ ബിരിയാണിയാണ്. ആമ്പൂർ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണമെന്നുള്ളത് ഞാനിവിടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ പട്ട, ഏലക്ക, ഗ്രാമ്പു, ജീരകം എല്ലാം സ്റ്റാറിൽ ലീവ്സ് എല്ലാം എടുത്തിട്ട് നമ്മളിതുപോലെ എണ്ണയിലിട്ട് അല്ലെങ്കിൽ നെയ്യിലിട്ട് ആദ്യം വഴറ്റണം. അതിൻ്റെ പച്ചമണം ആ ഒരു മണം മാറുന്നത് വരെ നല്ല എണ്ണയിലിട്ട് വഴറ്റുക. കുറേ നേരം നമ്മൾ എണ്ണയിലിട്ട് വഴറ്റുമ്പോൾ തന്നെ ആ ഒരു പച്ചമണം മാറും. അതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. എന്നിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റി കുറച്ച് നേരം ആകുമ്പോൾ അതിനുശേഷം സവാള ഇട്ട് കൊടുക്കുക. സവാളയിൽ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതിനുശേഷം നമുക്ക് പച്ചമുളകും ഇട്ട് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഒന്ന് വഴണ്ട് കിട്ടും. നമുക്ക് അതിലോട്ട് തക്കാളി ഇട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് ഇളക്കി ചേർക്കുക. രണ്ടും കൂടി നല്ല വെന്ത് വരുമ്പോൾ വീണ്ടും നമുക്ക് ഇളക്കാം. ഇളക്കിയ ശേഷം അതൊന്ന് നല്ല വഴണ്ട് വന്നാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഒന്ന് അടച്ചു വെച്ച് വേണമെങ്കിൽ വേവിക്കാം. ഈ സമയം നമുക്ക് അതിലോട്ട് കുറച്ച് പുതിന ഇലയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ശേഷം നമുക്ക് ഇതിനാവശ്യമായ മസാലകൾ ചേർക്കാം. ഒരു മസാലയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത് മൂന്നും മതിയാവും. ഇത് തന്നെ ആയിരിക്കും ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുക. ഓവർ മസാല ബിരിയാണിക്ക് അത്ര ചേരുന്നതല്ല. നല്ല ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് മസാലകളുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ നമുക്കതിലോട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് ഇതായോ നമുക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് മാറി നിൽക്കും. അപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് ഇത് നമുക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് ഇതിലോട്ട് ആഡ് ചെയ്യാം. തൈര് ചേർക്കുന്ന ചിക്കൻ ചിക്കനൊരു മയം കിട്ടാനും ഒരു ഫ്ലേവറും കൊടുക്കും. നമുക്ക് എന്നിട്ട് അത് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കാം. അപ്പോഴത്തേക്ക് ഇതായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് സാധാ എടുക്കുന്നത് ജീരകശാല അരി ആയിരിക്കും. ജീരകശാല അരി എടുത്ത് കഴുകി നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലോട്ട് ജീരകശാല അരി ചേർത്ത് പതുക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ എത്ര ഗ്ലാസ് എടുത്തു ഇതിന് കൂടുതൽ എടുക്കുക. ഇത് കുറച്ച് നേരം വേവുമ്പോൾ ഒന്ന് എണ്ണ തെളിഞ്ഞ് മുകളിലോട്ട് വരുമ്പോൾ ഈ അരിഞ്ഞ് നേരത്തെ തന്നെ 30 മിനിറ്റ് കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്കൊരു 15 മിനിറ്റ് നേരം കുക്ക് ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോൾ തന്നെ നമ്മുടെ സ്വാദിഷ്ടമായ ആമ്പൂർ ബിരിയാണി റെഡിയാവും. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്.